പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥരെ ഞാൻ മക്കളുടെ ഇന്നത്തെ ജീവിതത്തെ ആശീർവദിക്കുന്നു. ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദൗത്യങ്ങളെ ആശീർവദിക്കുന്നു. ഞാൻ മക്കളെ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളെ ആശീർവദിക്കുന്നു. അതെല്ലാം പൂർത്തിയാക്കാനും രാത്രി സന്തോഷത്തോടെ തിരിച്ചു വരാനും നിലവിലുള്ള തടസ്സങ്ങളെയും ദോഷങ്ങളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. നിന്റെ എല്ലാ രേഖകളെയും ഞാൻ ആശീർവദിക്കുന്നു. നിന്റെ മെഡിക്കൽ റിപ്പോർട്ടിനെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ റവന്യൂ സ്ഥല ഇടപാട് രേഖകളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ വിദ്യാഭ്യാസ നൈപുണ്യ രേഖകളെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ കോടതി കേസുകളെ, നിനക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളെയും നിർവീര്യമാക്കാൻ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. നീ ചിന്തയിലും നീ ചെയ്തു തീർക്കേണ്ട ജോലിയിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും നീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളിലെ ആശ്വാസവും അയവും വരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നീ തിരിച്ചു വരുന്നവരെ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളെയും നിന്റെ ഒപ്പുകടലാസിനെയും ഒപ്പിടുന്ന രേഖകളെയും കർത്താവ് നിനക്ക് തിന്മ വരാതിരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ആലോചനകൾ, തീരുമാനങ്ങൾ, വിവാഹാലോചനകൾ, കോഴ്സിൻ്റെ തീരുമാനങ്ങൾ, ഏതൊരു രാജ്യത്ത് പോകണമെന്നുള്ള തീരുമാനങ്ങൾ, എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനങ്ങൾ, എന്തുടുക്കും, എന്ത് ധരിക്കും, എന്ത് ഭക്ഷിക്കും എന്ന് മനുഷ്യൻ എന്നോ തീരുമാനിച്ചിരുന്നു. അതെല്ലാം കർത്താവ് റെഫർ ചെയ്ത പോലെ നിന്റെ തീരുമാനങ്ങളെ കർത്താവിൻ്റെ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ വേദനകളുടെ മൂലകാരണങ്ങളും ആന്തരിക അവയവങ്ങളും ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിന്നെ അലോസരപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഒരുപക്ഷെ നിൻ്റെ മക്കളിൽ നിന്ന്, മാതാപിതാക്കന്മാരിൽ നിന്ന്, നിന്റെ സഹോദരങ്ങളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, പങ്ക് കച്ചവടക്കാരിൽ നിന്ന് നീ നേടുന്ന ഭീഷണികൾ കർത്താവിൻ്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ മുഴുവൻ വിഷയങ്ങൾ കർത്താവ് ഏറ്റെടുക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യപ്പെടാൻ നിന്നെ പ്രാപ്തമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. മഹത്വത്തിന്റെ വാതിൽ എന്ന് ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ? എല്ലാ അവസരങ്ങളും മഹത്വത്തിന്റെ വാതിലാണ്. നമ്മൾ ഈ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന കാനായിലെ കല്യാണം തന്നെ എടുത്താൽ അത് അവസാനിക്കണേ എങ്ങനെയാണ്? അങ്ങനെ കർത്താവിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്ന ആദ്യത്തെ അടയാളം കാനായിൽ സംഭവിച്ചു. അതെല്ലാവരും കണ്ട് വിശ്വസിച്ചു. അപ്പം അവിടെ എന്താ സംഭവിച്ചത്? ദൈവത്തിന് മഹത്വം കിട്ടുകയാണ് ചെയ്തത്. ചിലപ്പോൾ 1000 വാതിലുണ്ടാകാം, മഹത്വത്തിൻ്റെ വാതിൽ ചിലപ്പോൾ ഒന്നേ ഉണ്ടാകത്തുള്ളൂ. ആ വാതിലിൽ മുട്ടുന്നതാണ് ആധ്യാത്മിക വിവേചനം എന്ന് പറയണത്. നമ്മൾ ഡിസൈൻമെന്റ് പറയത്തില്ലേ? നമുക്കിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുന്നതിനും ഓരോരോ വഴികളുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് മഹത്വത്തിൻ്റെ വഴികളുണ്ട്, അനുഗ്രഹത്തിൻ്റെ വഴികളുണ്ട്, അഭിവൃദ്ധിയുടെ വഴികളുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് വഴികൾ ഇപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് എറണാകുളത്ത് പോകണമെങ്കിൽ എനിക്ക് ഏറ്റവും ഡയറക്റ്റ് റൂട്ടുള്ളത് കലവൂർ എറണാകുളമാണ്. വലിയ പ്രശ്നമില്ലാതെ പോകാൻ പറ്റും. ചില സമയത്ത് എനിക്ക് കടലോരത്ത് എന്തെങ്കിലും തീരദേശത്ത് എന്തെങ്കിലും മിഷൻ ഉണ്ടെങ്കിൽ ഞാൻ തീരദേശത്തെ റൂട്ട് എടുത്തിട്ട് പിന്നെ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി തീരദേശ റൂട്ട് തന്നെ എടുക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പാടുള്ള റൂട്ടാണ്, സമയമെടുക്കും കുറച്ച്. പക്ഷെ എനിക്ക് അർത്തെങ്കിലും കണ്ണമാലിലും കയറാൻ പറ്റുമല്ലോ, പുണ്യാളന്മാരെ കണ്ട് ലൈഫ് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ആ വഴി എടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമുക്ക് വേറെ വഴി എടുക്കാം, അനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും അല്ലെങ്കിൽ വഴികൾ തന്നെയായിരിക്കും അത്. പക്ഷെ അതിൻ്റെ അകത്ത് ദൈവം കക്ഷിയാകണമെന്നില്ല. അപ്പോൾ എപ്പോഴും ദൈവത്തെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് വേണം മഹത്വത്തിൻ്റെ, അത് ആണ് മഹത്വത്തിൻ്റെ വഴികളെന്ന് പറഞ്ഞു. മറിയം അതാണ് ചെയ്യണത്. ആ വിഷയം ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ യേശുവിനെ മാറ്റി നിർത്തി ആ വിഷയം കൈകാര്യം ചെയ്യാം, സോൾവ് ചെയ്യാം. പക്ഷെ യേശുവിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ വിഷയം സോൾവ് ചെയ്യാനാണ് മറിയത്തിൻ്റെ സ്പിരിച്വാലിറ്റി പറയണത്. എന്തിനാണ് കാര്യം? അതിൻ്റെ അകത്ത് ദൈവം മഹത്വപ്പെടും. 1000 വാതിൽ തുറക്കാൻ ഒരു സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിൽ പ്രവേശിക്കാൻ അനേകം വാതിലുണ്ടാകാം. പക്ഷെ മഹത്വത്തിൻ്റെ വാതിൽ ഒന്ന് മാത്രമായിരിക്കും. അത് തുറക്കാൻ ഇതിന് പാടുമായിരിക്കും. പക്ഷെ അത് തുറന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണത്? ദൈവം മഹത്വപ്പെടും. അപ്പോൾ ഞാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്താൻ, ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തിന് ആ അവസരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആ വിഷയം ദൈവത്തിൽ സമർപ്പിക്കുന്നത്. അതാണ് മറിയത്തിൻ്റെ മഹത്വത്തിൻ്റെ വാതിൽ തുറക്കണതാരാ? യേശുവിൻ്റെ മഹത്വത്തിൻ്റെ വാതിൽ തുറക്കണതാരാ? മറിയമാണ്. ആ കനായിലെ വിഷയത്തിൽ യേശു ഉൾപ്പെടുത്തിയപ്പോൾ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ള അവസരം മറിയം കൊടുക്കുകയാണ്. അതാണ് ലോകത്തിനെ പരിചയപ്പെടുത്തുന്നതും വചനം വയറ്റി സ്വീകരിച്ചതും പെറ്റ് വളർത്തിയതും പരിപക്വമായപ്പോൾ ലോകത്തിന് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ സഹായിക്കുന്നതും എല്ലാം മറിയമാണ്. അതുകൊണ്ടാണ് മറിയം നമുക്ക് മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാകുന്നത്. ഈ സബ്ജക്റ്റിൻ്റെ പേര് മറിയം മഹത്വത്തിൻ്റെ മധ്യസ്ഥയാണ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു.
ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എനിക്ക് സങ്കടം എന്താ വെച്ചാൽ, ഞാൻ തെറ്റ് എഴുതി വെച്ചാൽ എന്നാ ഞാൻ കണ്ടു. ഒരിക്കലും ആവർത്തിക്കാതെ ഒരിക്കലും ചെയ്യാത്ത തെറ്റായതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് വരുമോ ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ താഴോട്ടൊന്നും നോക്കി പോയതുമില്ല. പക്ഷെ പേന വെച്ചതും കറക്റ്റ് ഞാൻ കണ്ടത് ഞാൻ എഴുതാത്തൊരു ഭാഗത്തോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് റൈറ്റിംഗ് ഭയങ്കര സങ്കടമായി. പിന്നെ സ്പീക്കിങ്ങിലോട്ട് പോയി. സ്പീക്കിംഗ് എനിക്ക് 4:30 കിട്ടിയത്. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം റൈറ്റിംഗ് പോയല്ലോ. സിയിലോട്ട് വന്നാൽ പിന്നെ ക്ലബിങ്ങും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ എന്തിനാ സ്പീക്ക് ചെയ്യുന്ന ഒരവസ്ഥയായിപ്പോയി. പിന്നെ സ്പീക്കിങ്ങിന് കയറിയിരുന്നു. അവിടെ കയറിയപ്പോൾ അതിനേക്കാളും ഇൻ്റർലോക്കേറ്റർ ഭയങ്കര റൂഡായിരുന്നു. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എന്തോ ഒരു രീതിയിലാണ് സംസാരിച്ചത്. അപ്പോഴത്തേനും എൻ്റെ പകുതി ജീവനും പോയി. എന്നാലും ഞാൻ എൻ്റെ കയ്യിൽ കാശുരൂപം കൊണ്ട് മുറുക്കെ പിടിച്ചിട്ട് ഞാൻ വിശ്വസ്പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഞാനല്ല സ്പീക്ക് ചെയ്യുന്നത്, നമുക്ക് ഒരുമിച്ച് സ്പീക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ സ്പീക്ക് ചെയ്തു. എന്നിട്ട് കഴിഞ്ഞു. പിന്നെ റിസൾട്ട് വന്നു. UK സ്കോറോട് പാസ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഇനി ഒന്നും കൂടെ പോയാൽ ഇനി എക്സ്പീരിയൻസും ഇല്ല. ഞാൻ അമ്മയോട് പറയുന്നു, ഞാൻ ഫുൾ 0 ആയി പോകുമല്ലോ അമ്മേ. ബാക്കി എല്ലാവർക്കും 1 ഇയറൊക്കെ എക്സ്പീരിയൻസ് ആയി, എനിക്കൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഈ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ, അതായത് എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് പേടിയായിരുന്നല്ലോ. റൈറ്റിംഗ് ഓൾറെഡി ബുദ്ധിമുട്ടായെല്ലാം പോയി എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ OET പോർട്ടലിൽ എൻ്റെ റിസൾട്ട് വരുന്ന എൻ്റെ ഇതിൽ പോയിട്ട് ഞാൻ ആ സ്പേസിൽ 3 പ്രാവശ്യം കുരിശ് വരച്ചിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഓരോ മുടിയുള്ളും ചൊല്ലുമായിരുന്നു. അങ്ങനെ 4 എണ്ണം വെച്ച് എന്നും ചൊല്ലുമായിരുന്നു. അങ്ങനെ ദൈവം എനിക്ക് UK സ്കോറാണ് ഇന്നലെ പാസ്സാക്കി തന്നു. ഇനിയിപ്പം അതിനുള്ള പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു, അന്ന് ഞാൻ പൂനെ വെച്ച് ഇത് എനിക്ക് പറ്റും, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് റിസൾട്ട് കിട്ടുകയില്ലായിരുന്നു. മാർച്ച് 5 തന്നെ ഒരിക്കലും എക്സാം എഴുതുകയില്ലായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴാണ് എക്സാം എഴുതേണ്ടത്, എപ്പോഴാണ് പാസ്സാവേണ്ടത്, എപ്പോഴാണ് പോകേണ്ടതെന്നൊക്കെ. ദൈവത്തിന് ഒരുപാട് നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് മെറീന, സ്ഥലം കോതമംഗലം. ഞാനിവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വർഷങ്ങളായിട്ടുണ്ടായിരുന്ന എൻ്റെ PCOD എന്ന് പറയുന്ന പ്രോബ്ലം പൂർണ്ണമായിട്ട് മാറുകയും റെഗുലറായിട്ട് ഇപ്പം എനിക്ക് പീരിയഡ്സ് ആവുന്നതിന് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. രണ്ടാമതായി, എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി വർഷമായിട്ട് വിദേശത്തേക്കുള്ള ജോലി ശ്രമിച്ചിരുന്നു. ക്യാഷ് കൊടുത്തിട്ട് പോലും, ഏജൻസി കൊടുത്തിട്ട് പോലും ആ ജോലി ആൾക്ക് ലഭിച്ചില്ല. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മന്ത് ആവുന്നുള്ളൂ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി December 4 ഉടമ്പടി എടുത്തു. January 8 എൻ്റെ ഹസ്ബൻഡിന് ഒമാനിൽ നല്ലൊരു ജോലി ലഭിച്ചു. മൂന്നാമതായി, ഹസ്ബൻഡിന് വീട്ടിൽ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു വീട് പൂർത്തീകരിക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പുതിയ വീട് പണിയുകയും ആ പുതിയ വീട്ടിലേക്ക് തന്നെ വിവാഹം കഴിഞ്ഞ് കയറാൻ സാധിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ ഫാദർ കിഡ്നി പേഷ്യൻ്റാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യ നാളുകളിലൊക്കെ ശരീരം കൊണ്ട് വളരെ ബുദ്ധിമുട്ടും വളരെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിരുന്നു ഡയാലിസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി
തൈലം പുരട്ടുകയും ഉപ്പിട്ട് വെള്ളം കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എൻ്റെ അച്ഛന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ ടോളറേറ്റ് ചെയ്യാൻ ആൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ബ്രദറിൻ്റെ ഫാമിലി ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ നല്ല ഒത്തൊരുമയോടുകൂടി പോകുന്നുണ്ട്. കൂടുതലായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആത്മീയമായി തന്നെ വിശുദ്ധ കുർബാനയിലും സന്ധ്യാപ്രാർത്ഥനയിലും നന്നായി പങ്കെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കുർബാന മുടക്കാനോ അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥന മുടക്കാനോ എനിക്ക് പൊട്ടും ഒരു ഇതില്ല. കൂടുതലായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു അനുഗ്രഹം തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഇപ്പോൾ സാമ്പത്തിക മേഖലയിൽ മെച്ചപ്പെട്ടു വരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് മോളമ്മ, അമ്മയുടെ പേര് എൽസമ്മ. ഞങ്ങൾ 2019 ജൂൺ മാസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കോപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. കുട്ടികളില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 2020 ജൂലൈ 2 എനിക്ക് ദൈവം ഒരു ആൺകുഞ്ഞിനെ തന്നു. അത് കഴിഞ്ഞ് എൻ്റെ ആങ്ങളയുടെ കല്യാണം നടക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തായിരുന്നു. അത് കഴിഞ്ഞ കൊല്ലം മെയ് 27 കല്യാണവും നടന്നു. ഇത്രയേറെ അനുഗ്രഹം നന്ന ദൈവത്തിന് മാതാവിന് ഒരായിരം നന്ദി. വർഗീസ് മാത്യുവിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത്. പ്രാർത്ഥന നമുക്ക് കേൾക്കാം. തമ്പുരാനും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ എൻ്റെ സ്ഥലം പത്തനംതിട്ട ജില്ല അയിരൂർ എന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വരുന്നു. എൻ്റെ ഇടവക സെൻറ്റ് അഗനസ് മലങ്കര കത്തോലിക്ക ചർച്ചാണ്. 2019 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ 6 നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നു. അതിൽ 2 നിയോഗങ്ങൾ എൻ്റെ അമ്മ എനിക്ക് സാധിച്ചു തന്നു. ആദ്യത്തെ നിയോഗം, എൻ്റെ മകൻ കാനഡയ്ക്ക് പോകാൻ ഒരാഗ്രഹമുണ്ടായിരുന്നു. പലയിടത്തും അപേക്ഷിച്ചിട്ടും കിട്ടാതെ വന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അവൻ പോകുവാൻ സാധിച്ചു. ആ സമയത്ത് ഏകദേശം 30 ലക്ഷം രൂപ കടത്തിൽ ഞാൻ നിൽക്കുമായിരുന്നു. അപ്പം കോളേജിൽ നിന്ന് അപേക്ഷകളും വന്നു. എങ്ങനെ പോകുമെന്നറിയാൻ വയ്യാതെ നിന്നപ്പോൾ ഞാൻ എൻ്റെ അനുജത്തിയുടെ അടുത്ത് പോയി ഈ ആവശ്യം പറയുകയും അവർ പറഞ്ഞു 2 വർഷത്തെ മുഴുവൻ ഫീസും അവൻ്റെ ചിലവുകളെല്ലാം ഞാൻ വഹിച്ചോളാമെന്നും പറഞ്ഞ് 2 വർഷത്തെ പഠിത്തം കഴിഞ്ഞു. ഇപ്പോഴാ കുടുംബത്തിന് ഞാൻ മാതാവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ് ജനുവരിയിൽ അവൻ്റെ പഠിത്തം കഴിഞ്ഞു. പഠിത്തം കഴിഞ്ഞ് 15 സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു. ഒരു സ്ഥലത്തു നിന്ന് 4 മാസത്തെ ഒരു ജോലി അവന് കിട്ടി. ഞാനിവിടെ വന്ന് കഴിഞ്ഞ ആഴ്ചയിൽ അമ്മയുടെ അടുത്ത് വന്ന് നന്ദി പറയാൻ ഞാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവി 30 ലക്ഷം രൂപ കടവും ഈ പോയ പൈസയും എൻ്റെ കൊടുക്കാനുള്ളതാണല്ലോ. ഈ 4 മാസം കിട്ടിയാൽ എന്ത് ചെയ്യും? അവന് തുടർന്ന് അവിടെ ജോലി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഈ വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. അവൻ ചെയ്യുന്ന പ്രൊജക്റ്റിനെയും അധികാരികളെയും ആ കമ്പനിയെയും ഞാൻ അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി. ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പകൽ എന്നെ വിളിച്ചു പറഞ്ഞു, ഇന്നൊരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്, ആ ബോർഡിൽ എൻ്റെ പേരും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇന്ത്യൻ സമയം രാത്രി 12 മണി ഇവിടെ. ഞാൻ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം 7 മണിക്ക് ഫോൺ വന്നു. എത്ര വർഷം വേണേലും ജോലി തുടർന്ന് ചെയ്യാമെന്ന് ആ കമ്പനി ലെറ്റർ കൊടുത്തു. അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ഞാനൊരു എക്സ് സർവീസ്മാനാണ്. ഏകദേശം 35 വർഷമായി ഞാൻ മദ്യം ഉപയോഗിക്കുമായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ 82 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ആ പേപ്പറിൽ ഏതോ ഒരു മിസ്റ്റേക്ക് കാരണം ഈ വർഷം മെഡിക്കലിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ കാർഡ് വന്നു, ഫാമിലിയുടെ കാർഡ് വന്നില്ല. ഞാൻ പോയി തിരക്കിയപ്പോൾ പറഞ്ഞു അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാസത്തിലും പേരിലും ഏതോ മിസ്റ്റേക്കുണ്ട്, അതിനാൽ തടഞ്ഞു വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ 3 പ്രാവശ്യം 3 പത്രങ്ങളിൽ ഏകദേശം ഒരു പ്രാവശ്യം ചെയ്യുന്നതിന് 6000 രൂപയാണ്. ഏകദേശം 20,000 രൂപ മുടക്കി ഞാൻ ചെയ്തിട്ട് ഒന്നും ശരിയായി വന്നില്ല. 2021 ഡിസംബറിൽ 4-ാമത്തെ പ്രാവശ്യം ഞാൻ 3 പത്രങ്ങളിൽ കൊടുത്ത് പരസ്യം ചെയ്തു.
പോസ്റ്റ് ഓഫീസിൽ അത് രജിസ്റ്റർ ചെയ്യാമെന്ന് ഞാൻ കൊണ്ടുപോകുമ്പോൾ മാതാവിനോട് പറഞ്ഞു, ഇനിയും ഈ പേപ്പർ തിരിച്ചു തരരുത്, ഇതെടുക്കുന്ന ആൾ അമ്മയുടെ മുഖം കണ്ട് ഇതിൽ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ 2022 എനിക്കൊരു സന്തോഷം അമ്മ തരണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ മരിച്ചു പോയാൽ കൂടെ എൻ്റെ ഫാമിലിക്ക് ഈ ബെനിഫിറ്റുകളൊന്നും കിട്ടത്തില്ല. 2022 19 ഓഫീസിൽ ബാംഗ്ലൂരിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു എല്ലാ പേപ്പറുകളും ശരിയായി. 2025 എൻ്റെ കൈവശം എല്ലാ പേപ്പറുകളും ശരിയായി വന്നു. അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സിനി, ഞാൻ ഒല്ലൂരിൽ നിന്ന് വരുന്നു. ഞങ്ങൾ 2019 ഫെബ്രുവരിയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആ സമയത്ത് ബിസിനസ് വളരെ മോശമായ സ്ഥിതിയിലായിരുന്നു പോയിരുന്നത്. ഉടമ്പടി എടുത്ത് മാസങ്ങൾക്കുള്ളിൽ തന്നെ ബിസിനസ് നല്ല രീതിയിൽ പോകാൻ തുടങ്ങി. ആ സമയത്ത് ഹസ്ബൻഡ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. പിന്നെ ഉടമ്പടിയിൽ ഞാൻ രണ്ടാമതായി വെച്ചിരുന്നത് എൻ്റെ ഒരു സഹോദരൻ വർഷങ്ങളായി വീട്ടിൽ വരാറില്ലായിരുന്നു. അവൻ BSNL ഓഫീസറായി ജോലി കിട്ടി ബാംഗ്ലൂർക്ക് പോയതാണ്. അവിടെ വെച്ച് അവൻ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയി ഹൈന്ദവ വിശ്വാസത്തിലേക്കായി. പിന്നെ സ്വാമിമാരെ പോലുള്ളൊരു ആശ്രമ ജീവിതമായിരുന്നു. അവന് വേണ്ടി എത്ര പ്രാർത്ഥിച്ചിട്ടും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഞാൻ ഉടമ്പടിയിലെ കാര്യം വെച്ചിരുന്നു. അവൻ 2021 ഓഗസ്റ്റ് 3 വീട്ടിൽ തിരിച്ചു വന്നു. അവൻ 9 വർഷങ്ങൾക്ക് ശേഷം കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് ഏതോ ഒരു ശക്തി അവനെ കൊണ്ട് അത് ചെയ്യിച്ചു എന്നാണ് അവൻ പറഞ്ഞത്. മൂന്നാമതായി മകൾക്ക് 10th 91% മാർക്ക് ലഭിച്ചു. അവളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ അപ്പൻ സ്ഥിരമായി മദ്യപിക്കാറുണ്ടായിരുന്നു 2 നേരവും. അപ്പൻ സ്ഥിരമായ മദ്യപാനം നിർത്തി. ഇപ്പോൾ ആൾ ഒഴിവ് സമയത്തൊക്കെ ബൈബിൾ വായിക്കുന്നുണ്ട്. അതാരും പറയാതെ തന്നെ ആൾ സ്വയം ചെയ്യുന്നതാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മെർലിൻ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ അത് ട്യൂബിലായിരുന്നു പ്രഗ്നൻസി. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല. 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും ട്യൂബ് റപ്ചറായി സർജറി ചെയ്ത് ലെഫ്റ്റ് ട്യൂബ് എടുത്ത് കളഞ്ഞു. അതുകൂടാതെ എനിക്ക് PCOD ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഞങ്ങൾ 1 ഇയറിനടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു. പക്ഷേ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി ജനുവരി മാസത്തിലാണ് എടുത്തത്. പിറ്റേ വർഷം ജനുവരിയിൽ കറക്റ്റ് 1 വർഷമായപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു. ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങളിവിടുന്ന് ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, കൊച്ചിന് പെൺകുഞ്ഞാണെങ്കിൽ മാതാവിൻ്റെ പേരിടാമെന്ന് പറഞ്ഞു. അതുപോലെ മരിയ എന്നവർക്ക് പേരിടുകയും ചെയ്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അച്ഛൻ അന്ന് വയറേ തൊട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പേടിക്കേണ്ട, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാതാവ് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. പിന്നെ വേറൊരു സാക്ഷ്യം പറയാനുള്ളത്, എനിക്ക് OET ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റി. ഇപ്പോൾ അടുത്ത തിങ്കളാഴ്ച ഞാൻ അയർലൻഡിലേക്ക് പോവുകയാണ്. എൻ്റെ പ്രോസസ്സിങ്ങിൽ ത്രൂ ഔട്ട് എല്ലായിടത്തും മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിനാണെങ്കിലും എക്സാംസിനാണെങ്കിലും ഒക്കെ ഞാൻ കാശ് രൂപം വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചതും പഠിച്ചതും. അതിൻ്റേതായ അനുഗ്രഹം മുഴുവൻ എനിക്ക് പ്രോസസ്സിങ്ങിലുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഫുഡ് അലർജി ഉണ്ടായിരുന്നു. പ്രഗ്നൻസിയോടെ വിത്തൗട്ട് ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഫുഡ് അലർജി മാറിക്കിട്ടി. അമ്മയ്ക്കും തിരുക്കുമാരനും ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അറിയിക്കും. എത്ര വർഷമായിട്ടുള്ള അലർജിയാണത്? ഓൾമോസ്റ്റ് 20 വർഷമായിട്ടുള്ള ഫുഡ് അലർജിയാണ് മാറിക്കിട്ടിയത്. എൻ്റെ പേര് അഞ്ജു. ഞാൻ വരുന്നത് എറണാകുളം വൈപ്പിനിൽ നിന്നാണ്. കഴിഞ്ഞ നവംബറിലാണ് ഞാൻ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അതിനൊരു 3 മാസം മുൻപായിട്ട് എനിക്ക് കോവിഡ് വന്നായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്താണോ എന്നറിയില്ല. കാലിൻ്റെ നഖം പൊട്ടിയിട്ട് അത് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷനായി. അപ്പം ഞാൻ തന്നെ പൊടിക്കൈകളൊക്കെ ചെയ്യാൻ തുടങ്ങി, ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു. പക്ഷെ എന്നിട്ട് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ നിന്നും ഒരു ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. പക്ഷെ എന്നിട്ടും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നിട്ട് പച്ചമരുന്നുകൾ ഉപയോഗിച്ചു, എന്നിട്ടും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞങ്ങൾ നവംബറിൽ കൃപാസനത്തിലേക്ക് വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ആ നിയോഗം വെച്ചപ്പോൾ അമ്മയുടെ ഉടമ്പടി തൈലം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പിന്നെ ഓർക്കുമ്പോഴൊക്കെ വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ മറിയമേയും ചൊല്ലിയിട്ട് കുരിശ് വരച്ച കാലിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി അത് മുഴുവനായിട്ടും ഹീലിംഗ് ആയി. ഇപ്പോൾ ഒരു പാട് പോലും എൻ്റെ തള്ളവിരലിൽ
കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ഹീലിംഗ് ആയി. ഭയങ്കര ഒരു അവസ്ഥയിലായിരുന്നു. വെള്ളവും അതുപോലെ തന്നെ പൊട്ടി ഒട്ടും പൊറുക്കാത്തൊരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ചെറിയ മുറിവാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് 16 വർഷമായിട്ട് ഞാൻ മുടി കൊഴിച്ചിൽ മൂലം ഞാൻ വിഷമത അനുഭവിക്കുകയാണ്. അതായത് ഏകദേശം 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു. അതും ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ 1 മാസമായിട്ട് ഉടമ്പടി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞു. അതിനുശേഷം 1 മാസമായിട്ട് ഇപ്പോൾ എനിക്ക് ഒരു മുടി പോലും കൊഴിയുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ട്രാവൽ ചെയ്യാം. എനിക്ക് 16 വർഷമായിട്ടുള്ള മുടി കൊഴിച്ചിലാണ്. ഇപ്പം എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം, ഒരു മുടി പോലും പോകുന്നില്ല. അതെന്തൊരു അത്ഭുതമാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഒരു മുടി പോലും പോകുന്നില്ല, അത്രയ്ക്ക് മുടി പോകുമായിരുന്നു. കുളിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരിതായിരുന്നു അത്. പക്ഷെ ഇപ്പോൾ ഒരു മുടി പോലും പോകുന്നില്ല എന്നുള്ളത് എനിക്കൊരു അത്ഭുതം തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ അനിയത്തിക്ക് പെട്ടെന്ന് ഒരു 2 മാസമായിട്ട്